MT മെറ്റലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ മച്ചാമാരെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യുന്നത്. Pqwt S500 എന്ന് പറഞ്ഞൊരു മോഡൽ വാട്ടർ ഡിറ്റക്ടറാണ് നമ്മളൊന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഇത്രയും കാലം നമ്മൾ കൂടുതലും വീഡിയോസിൽ ചെയ്തിരുന്നത് മെറ്റൽ ഡിറ്റക്ടർ റിലേറ്റഡ് ആയിട്ടുള്ളതായിരുന്നു. ഇന്ന് നമ്മൾ വാട്ടർ ഡിറ്റക്ടർ ഒന്ന് അൺബോക്സ് ചെയ്യാകുമ്പോൾ തന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും ഇതിൽ എന്തൊക്കെയാണ് കിട്ടുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പൂർണ്ണമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ ആരും കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടത് കാണാൻ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. ബെല്ലൈക്കൺ ഓൾ എന്ന് കൊടുത്താൽ മാത്രമേ നമ്മൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ Pqwt S500 എന്ന് പറഞ്ഞ മോഡൽ കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് നോർമൽ ബോക്സ് ആണ്, പുറത്തുള്ള അതിൻ്റെ ഉള്ളിലൊരു ബോക്സാണ്, സെപ്പറേറ്റ് ബോക്സ് ആണ്. അതിൻ്റെ ഉള്ളിലാണ് നമ്മളെ മെഷീനറീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് പുറത്തേക്ക് എടുക്കാം. പുറത്തേക്ക് ഓക്കെ, ഇതാണ് ബോക്സ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മുകളിൽ അപ്പോൾ ഇതിൻ്റെ ബോക്സിൻ്റെ പുറത്ത് പോലെ ലോഗോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് കവറൊന്ന് റിമൂവ് ചെയ്യും. ഓക്കെ, ഇതാണ് നമ്മുടെ ബോക്സ് കേട്ടോ. Pqwt S500 എന്ന് പറഞ്ഞ മോഡലാണ്. ഈ S500 ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ 500 മീറ്ററാണ് കേട്ടോ ഇതിൻ്റെ ഡീപ്പ് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇതാക്കണം, അവിടെ ലോക്ക് ഉണ്ട്. ലോക്ക് തുറന്നാൽ ഇത് തുറക്കാൻ കഴിയും. ഓക്കെ, തന്നെ നേരെ ഓപ്പോസിറ്റും ഉണ്ട്. ഇപ്പോൾ ലോക്ക് ഓപ്പൺ ആക്കിന്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നോക്കാം. അല്ലേ, ഇതിൻ്റെ ഉള്ള ഓരോ കാര്യങ്ങളും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞതാണ്. ഇതിൻ്റെ വാറണ്ടി കാർഡ് ആൻഡ് കാറ്റലോഗ് രണ്ട് ഇതിലാണ് വരുന്നത്. വാറണ്ടി കാർഡ്, അതുപോലെ തന്നെ കമ്പനീൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ, കമ്പനി അഡ്രസ്സ് കാര്യങ്ങൾ ഫുള്ള് ഡീറ്റെയിൽസ് ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഇതൊരു പെൻഡ്രൈവാണ്. പെൻഡ്രൈവ് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് വീഡിയോസ് കാര്യങ്ങൾ നമുക്ക് ഇതിലുണ്ട്. അതായത് നമുക്ക് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഇതിലുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങൾ എന്തൊക്കെയാണല്ലോ ഫുള്ള് നമുക്ക് ഇതിൽ കിട്ടും. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ലാപ്പിലോ എന്തെങ്കിലും ഇട്ട് നോക്കിയാൽ നമുക്ക് ഇതിൽ വീഡിയോ കാണാം. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് നോക്കാം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇത് കണ്ടില്ലേ, ഇത് ചെറിയൊരു പേപ്പറാണ്. ഇതിൽ നമുക്ക് എന്തൊക്കെ ഇൻക്ലൂഡ് ആണെന്നുള്ളത് ഫുൾ കാര്യങ്ങൾ ഈ ഒരു പേപ്പറിൽ കൊടുത്തിട്ടുണ്ട്. എത്ര 16 പീസ് സാധനം ടോട്ടലിലുണ്ടാവും. അപ്പോൾ അത് നമുക്ക് നോക്കിയാൽ മതി എല്ലാം ഉണ്ടോ ഇല്ല എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ കേബിളാണ് അല്ലേ, അതായത് നമുക്ക് മണ്ണിൽ കണക്ട് ചെയ്യാൻ, വെള്ളത്തിൻ്റെ ഇത് കണ്ടുപിടിക്കാൻ മണ്ണ് കണക്ട് ചെയ്യാനുള്ളതാണ്. ഇത് നമുക്ക് USB കേബിളാണ്, അതായത് നമ്മൾ ഫോണിൽ കണക്ട് ചെയ്യുക, അതുപോലെ തന്നെ ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്യാനുള്ള കേബിളാണ്. ഇത് ചാർജറിൻ്റെ അഡാപ്റ്ററാണ്. അതായത് നമുക്കറിയാം പല സ്ഥലത്തും വ്യത്യസ്തമായിട്ടുള്ള കേബിളുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് എല്ലാ സ്ഥലത്തും ഫ്രണ്ട്ലി ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അഡാപ്റ്റർ കൊടുത്ത്. ഓക്കെ, ചാർജർ കമ്പനി ഇതിന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഒരേ ടൈപ്പ് 2 ചാർജർ കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്ലേ, 2 ചാർജർ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് കൈമൽ തൂക്കിയിടാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതിൻ്റെ ഒക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ, അങ്ങനെ ഉപയോഗം എന്നുള്ളതൊക്കെ കാണിച്ചു തരാം. ഓക്കെ, പിന്നെ നമുക്കുള്ളത് അല്ലേ, ഇതെന്താ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. 2 എടുത്തിട്ട് ഇതിൻ്റെ റാഡുണ്ട്, കോപ്പറിൻ്റെ റാഡുണ്ട്. അതായത് നമുക്ക് മണ്ണിൽ കണക്ട് ചെയ്യാനുള്ള റാഡ് കേട്ടോ. ഇത് കോപ്പറാണ് സാധനം. ഇത് നമുക്ക് എർത്തിലേക്ക് കുഴിച്ചിട്ടിട്ടാണ് ഇതിലേക്ക് ഈ മോട്ടറിലേക്ക് സിഗ്നൽ കാര്യങ്ങളൊക്കെ വരുത്തുന്നത്. അതിൻ്റെ മുകളിൽ ഉപയോഗിക്കാനുള്ള സാധനമാണ്. അതായത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെ ലോക്കാക്കിയിട്ടിട്ട് ഉപയോഗിക്കാനുള്ള കേട്ടോ. ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെതാണ്. ഓക്കെ, ഇവിടെ നമ്മൾ ലോക്കാക്കിയതിന് ശേഷം മണ്ണ് കുഴിച്ചിടുക, അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അത് നമ്മൾ മെയിൻ യൂണിറ്റ് കാണിച്ചിടാം അല്ലേ. ഇതാണ് Pqwt S500 എന്ന് പറഞ്ഞ മോഡൽ മെയിൻ യൂണിറ്റാണ് കേട്ടോ. അത് കണ്ടില്ലേ. അതുപോലെ തന്നെ ഇതിൻ്റെ സീരിയൽ നമ്പർ, വാറണ്ടി സീരിയൽ നമ്പർ കാര്യങ്ങളൊക്കെ ഇതാക്കണം. ഇതിൻ്റെ ബാക്ക് വശത്തുണ്ട്. ഇതിൽ 500 മീറ്ററാണ് ഇതിൻ്റെ മാക്സിമം ഡീപ്പ് വരുന്നത് കേട്ടോ. 500 മീറ്റർ ഉണ്ട്, 300 മീറ്റർ ഉണ്ട്, 150 മീറ്റർ ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഞാനൊന്ന് ഓണാക്കി കാണിച്ചു തരാം. ഇതിൻ്റെ മുകളിലൊരു ബട്ടൺ ഉണ്ട് കേട്ടോ. അതൊന്ന് ഓണാക്കി ജസ്റ്റ് ഒന്ന് നെക്കി പിടിച്ചാൽ സാധനം ഓണാവും. ഇല്ലേ, സാധനം ഓണാവുന്നുണ്ടോ? ഓരോ ബ്രാൻഡിങ് കാണിക്കുന്നത് Pqwt S500. അപ്പോൾ ഇതിൽ കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ ഇത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ കിട്ടുക എന്നുള്ളതൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് നമ്മൾ എന്തായാലും വീഡിയോ ചെയ്യും. അതുപോലെ തന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഒരുപാട് പറയാനുണ്ട്. ഇത് നമുക്ക് എങ്ങനെയാണ് ഉപയോഗിക്കാൻ കഴിയുക, അതുപോലെ തന്നെ ഇതിൻ്റെ ഉപയോഗങ്ങളൊക്കെ എങ്ങനെയാണ്, ഇത് എങ്ങനെയാണ് നമ്മൾ മണ്ണ് കണക്ട് ചെയ്യുക, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇതിൽ നമുക്ക് മെയിനായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. സോയിലാണുള്ളത് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ പാറകൾ ഹാർഡുള്ള പാറാണോ അല്ലെങ്കിൽ നോർമൽ പാറാണോ എന്നുള്ളതൊക്കെ നമുക്ക്
മണ്ണിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ എത്ര ഡീപ്പ് താഴ്ചയിലാണ് വെള്ളത്തിൻ്റെ സ്രോതസ് ഉള്ളതെന്ന് നമുക്ക് ഇതിൽ എടുക്കാൻ കഴിയും. ഇത് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കുഴൽ കിണറിന് സ്പോട്ട് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കൂടുതലും ഇത് 500 ഡീപ്പ് അതുപോലെ 300 ഡീപ്പൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. നോർമൽ കിണറിന് നമുക്ക് ഉപയോഗിക്കുക. കൂടുതൽ ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ കുഴൽ കിണർ ആവശ്യത്തിനാണ്. കറക്റ്റ് നമുക്ക് മെഷർമെൻറ്റും കാര്യങ്ങളും കറക്റ്റ് കിട്ടും. എത്ര ഫീറ്റിലാണ് വെള്ളമുള്ള കാര്യങ്ങൾ ഫുൾ ഡീറ്റെയിൽസ് ഇതിൽ കിട്ടും. ഇനി എന്തായാലും നമ്മളെന്തായാലും പുതിയ വീഡിയോസ് ചെയ്യും. അതായത് ഇതിൽ വെള്ളം കണ്ടെത്തുന്ന കാര്യങ്ങൾ ഫുൾ വീഡിയോസ് നമ്മുടെ ചാനൽ എന്തായാലും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ അൺബോക്സിൽ എന്തൊക്കെയാണ് ഇതിൽ ഉൾപ്പെട്ടതെന്നുള്ളത് നിങ്ങൾ മനസ്സിലായിരുന്നു. അതുപോലെ ഒരു ചാവി ഇതിലുണ്ട് കേട്ടോ. ഇത് നമുക്കിവിടെ സെക്യൂർ ആക്കി വെക്കാനുള്ളതാണ്. അത് ബോക്സ് അടിച്ചിട്ട് എവിടെയെങ്കിലും വെക്കുകയാണെങ്കിൽ വേറെ ആരും ഓപ്പൺ ആക്കാൻ 2 ചാവിയും കൊടുത്തിട്ടുണ്ട്. ഏതായാലും നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. ഞാൻ എന്തായാലും പൂർത്തീകരിച്ച് നല്ലൊരു വീഡിയോ എന്തായാലും ചെയ്യാം. കാരണം ഇത് ഒരുപാട് പഠിക്കാനുണ്ട് ഇതിനെക്കുറിച്ച്. അതായത് നമുക്ക് എങ്ങനെയാണ് ഇത് അടിയിൽ നിന്ന് ഡീപ്പിൽ നിന്ന് എടുക്കുക നമ്മൾ കാര്യങ്ങൾ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മളൊരു വീഡിയോ വരും. ഏതായാലും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.